നമസ്കാരം. ഒരു വ്യക്തി എന്നെ വിളിക്കുകയുണ്ടായി. വിളിച്ചിട്ട് അദ്ദേഹം ഒരു സംശയം ചോദിച്ച്. അദ്ദേഹം യൂട്യൂബിൽ വരാഹി മന്ത്രം അദ്ദേഹമൊക്കെ അത് പഠിച്ച്, അദ്ദേഹം അത് മുഴുവനും വായിച്ചൊക്കെ പഠിച്ച് അതിനകത്ത് വീഡിയോയിൽ ആലേഖനം ചെയ്തിരുന്ന മന്ത്രങ്ങൾ, വരാഹി മന്ത്രം എന്നിട്ടാണ് വജ്രഘോഷം എന്ന് പറയുന്നൊരു വരാഹി ദേവിനെ ഉപാസകർ ഉപയോഗിക്കുന്നൊരു മന്ത്രക്രിയയാണ്. അത് അദ്ദേഹം പഠിച്ചെടുത്ത് ചൊല്ലണുണ്ടായിരുന്നു. അതല്ലാതെ ഇതിങ്ങനെ ചൊല്ലുന്ന ആൾക്കാർക്ക് എനിക്കറിയാം. അപ്പം ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കണത്. അദ്ദേഹം ഒരു 2 ആഴ്ചയായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഇത് ആരൊക്കെയോ പറഞ്ഞിട്ട് അനുസരിച്ചായിട്ടാണ് ഇങ്ങനെ സംശയം ചോദിച്ചത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഭഗവതിനെ വിളിക്കുകയും, അതൊരു മന്ത്രമാണ്, ശ്ലോകങ്ങളൊന്നുമല്ല, അതിനകത്ത് ഉപാസനാ മന്ത്രങ്ങളാണ്, മൂലമന്ത്രങ്ങളൊക്കെ വരും അതിനകത്ത്. അത് ചൊല്ലിയാണ് നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ 1 പോയി 2 പോയി 3 പോയി അങ്ങനെ കുറച്ച് ദിവസം നീണ്ടുപോയിട്ട് ചൊല്ലുമ്പോൾ ഭഗവതിയുടെ ചൈതന്യം അവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും വരും. ഇത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കറിയില്ല വന്നോ ഇല്ലയോ എന്ന്. ഇത് വന്നത്, ആ ചൈതന്യം നമ്മുടെ അടുത്ത് വന്നത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഉപാസനാ ബലം വേണം. ഉപാസനാ ബലം എന്നുള്ളത് നമ്മൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജപിക്കുമ്പോൾ നമ്മളുടെ ഉപാസനാമൂർത്തി നമ്മളുടെ സമീപത്ത് അടുത്ത് വരുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിനകത്ത് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ലഭിക്കുന്നതാണ് ഉപാസനാ ബലം എന്ന് പറയുന്നത്. അപ്പം ഇത് ഇങ്ങനെ അടുത്ത് വരുമ്പോൾ, ഈ ഒരു ചൈതന്യം നമ്മുടെ അടുത്ത് വരുമ്പോൾ അതിനെ വന്നതറിയണം, എന്താണ് ഇനി അടുത്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് കൊടുക്കണമെന്നറിയണം. ഇതൊക്കെ അറിയാതിരിക്കുന്നിടത്തോളം സമയത്തിൽ അത് വേറൊരു രീതിയിലേക്ക് പോകും, നമുക്ക് ദോഷമായിട്ട് വരും. ചിലപ്പോൾ അവിടുന്ന് പോകാതെ നിൽക്കും. അപ്പോൾ അത് പിന്നെ പറഞ്ഞു വിടണമെങ്കിൽ ആവാഹനക്രിയകളൊക്കെ പഠിച്ചിരിക്കണം. അങ്ങനെ കുടുംബം വേരോടെ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ യൂട്യൂബിലൊക്കെ കാണുന്ന മൂലമന്ത്രങ്ങൾ ഒന്നും ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിലല്ലാതെ ഒന്നും ചൊല്ലാൻ പാടില്ല. നമ്മൾ പുസ്തകത്തിലൊക്കെ കിട്ടുന്ന കീർത്തനങ്ങൾ പോലല്ല വാസനാമന്ത്രം, മൂലമന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ശക്തിയേറിയ കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ഹൃദയം നൊന്ത് മനം ഉരുകി വിളിക്കുമ്പോൾ ചിലപ്പോൾ വരും. അത് വന്നത് അറിയണം. അതറിയണമെങ്കിൽ നമ്മൾ ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ ക്രിയകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്.